ഡെവിൾ ലവ് ഭാഗം 1. രചന ഷബാന. അവതരണം ഷബാന. മുംബൈ എന്ന മഹാലോകം. വൈകുന്നേരം സമയം 7 മണിയാവുന്നു. അവിടെ ഒരു പെൺകുട്ടി തൻ്റെ താമസ സ്ഥലത്തേക്ക് പോവാൻ ബസ് നോക്കി നിൽക്കുന്നു. നല്ല മഴ നിർത്താതെ പെയ്യുന്നു. സ്റ്റോപ്പിൽ ആരെയും കാണാനില്ല. ഭയാനകമായ ഇരുട്ടും മാത്രം. അവൾ തൻ്റെ ബാഗ് നെഞ്ചോട് ചേർത്ത് നിന്നു. ആ ഇരുട്ടിൻ്റെ മറ പറ്റി. പെട്ടെന്നൊരു ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. 2-3 വാഹനങ്ങൾ ചീറി വന്നു റോഡിൻ്റെ കുറുകെ നിർത്തി. അതിൽ നിന്ന് കണ്ടാൽ ഭയം തോന്നുന്ന കുറച്ച് പേരിറങ്ങി. കയ്യിൽ ഗണ്ണുണ്ട്. ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെ റോഡിലേക്ക് നോക്കുന്നുണ്ട്. അത് കണ്ട് അവൾ ഉമിനീരിറക്കി ചുറ്റും നോക്കി ഭയത്തോടെ. പിന്നെ ബസ് സ്റ്റോപ്പിലെ മറവിലേക്ക് നിന്നു. ഇപ്പോൾ അവളെ അവർക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അവൾക്ക് അവരെ കാണാം. കണ്ണ, എന്താ ഇതൊക്കെ? ആരാ അവര്? ഞാനങ്ങനെ രക്ഷപ്പെടും ഭഗവാനെ, കാക്കണേ, അവൾ വിറക്കുന്ന കൈയോടെ പ്രാർത്ഥിച്ചു. ആ സമയമാണ് അവളുടെ ബസ് സ്റ്റോപ്പിൽ വന്നത്. പക്ഷെ അവൾക്ക് അവിടെ പോയി ബസ്സിൽ കയറാൻ കാല് തളർന്നു പോയ പോലെ നിന്നു. സ്ഥലത്ത് നിന്ന് ഒരടി പോലും വയ്ക്കാൻ പറ്റുന്നില്ല. ബസ് പോകുന്നത് അവൾ ആ മറവിൽ നിസ്സഹായതയോടെ നോക്കി നിന്നു. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? അവൾ നാമം ജപിക്കാൻ തുടങ്ങി. കണ്ണ, ഇവർ എന്താ പോവാത്തെ? ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇവർ പോയാലല്ലേ എനിക്ക് പോകാൻ കഴിയുക. സമയം കടന്നുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവർ അവിടെ നിന്ന് നീങ്ങിയില്ല. അവൾക്ക് ഭയം കാരണം ആ മറവിൽ നിന്ന് മാറാൻ തോന്നിയില്ല. അവൾ അവിടെ ഇരുന്ന് മുട്ടിൽ മുഖം വെച്ച് ഭയത്താൽ അവളുടെ ശരീരം വിറക്കുന്നു. പെട്ടെന്ന് ഒരു ഭീകരമായ ശബ്ദം. അവൾ ഞെട്ടി കണ്ണു തുറന്നു. അവൾക്ക് താൻ എവിടെയാണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ ബോധം വന്നപ്പോൾ അവൾ ചുറ്റും നോക്കി. നേരത്തെ കണ്ട ഗുണ്ടകൾ ഒരു വണ്ടിയിലേക്ക് വെടിവെക്കുന്നു, നിർത്താതെ. അത് കണ്ട് അവളുടെ ശ്വാസം നിലച്ചു. അവളുടെ ഹൃദയം ഭയത്താൽ ഇടിച്ചു. അവൾ വാ പൊതിഞ്ഞു പിടിച്ചു ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടി. കുറച്ച് നിമിഷം കടന്നുപോയി. വെടിവെക്കുന്ന ശബ്ദം നിന്നു. വന്നവർ അവരുടെ കാറിൽ കയറിപ്പോയി. അവൾ അത് കണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആ വെടി കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി. അവൾ ആ കാർ തുറന്നു. അതിലുള്ള വ്യക്തി സ്റ്റിയറിങ്ങിൽ മുഖം വെച്ച് കണ്ണടച്ച് കിടക്കുന്നു. ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നുണ്ട്. അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. അവൾക്ക് എന്താ ചെയ്യേണ്ടേ അറിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ അവനെ നേരെ ഇരുത്തി. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. അവൾ അവനെ നേരെ ഇരുത്തി. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. ചോരയിൽ കുളിച്ച് കണ്ണുകൾ അടച്ചു കിടക്കുന്ന ഒരുവൻ. സാർ! അവൾ വിറയാർന്ന ശബ്ദത്തിൽ അവനെ തട്ടി വിളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കണ്ണ, ഞാൻ എന്ത് ചെയ്യും? ഇയാൾ കണ്ണ് തുറക്കുന്നില്ലല്ലോ. അവളുടെ കണ്ണ് ആശ്രയത്തിനെന്ന പോലെ ചുറ്റും പാഞ്ഞു. ആരെയും ആ പരിസരത്ത് കാണാനില്ല. രാത്രി മഴയും. അവൾ അവനെ തട്ടി വിളിച്ചു കൊണ്ടിരുന്നു. അവൻ മെല്ലെ കണ്ണുകൾ ചിലപ്പിച്ചു. മുന്നിലൊരു പെൺകുട്ടി തന്നെ തട്ടി വിളിക്കുന്നു. അവൻ അവളെ നോക്കി. അവൾ ഭയത്തോടെ തന്നെയും പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നു ചുറ്റും. അവൻ അവളുടെ മാൻമിഴിയിൽ നോക്കി. കരിമീനിനെ പോലെ അത് നാലുപാടും അലയുന്നുണ്ട്. എന്താ നിന്റെ പേര്? പെട്ടെന്ന് ഒരു ഗൗരവം മുറ്റിയ ശബ്ദം. അവൾ അവനെ അമ്പരന്ന് നോക്കി. സർ, ഇവിടെ വണ്ടിയൊന്നും ആരെയും കാണുന്നില്ല. ഹോസ്പിറ്റലിൽ പോവാൻ, അവൾ പറഞ്ഞു. ഞാൻ അതല്ല നിന്നോട് ചോദിച്ചത്. നീ ആരാ? എന്താ നിന്റെ പേര്? അവൻ മുറിഞ്ഞു പോകുന്ന ശബ്ദത്തിൽ അടഞ്ഞു പോകുന്ന കണ്ണോടെ അവളോട് ചോദിച്ചു. അവൾ അവനെ നോക്കി. ആ സമയം അവനും അവളെ കണ്ണു തുറന്നു നോക്കി. ഇഷാനി, അവൾ പതിയെ പറഞ്ഞു. ആ സമയം അവൻ്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവളുടെ ശബ്ദം ആ സമയം അവൻ ചെറുതായി കേട്ടു. അവൻ്റെ ബോധം പോയതും അവൾക്ക് ഭയം. ആ സമയം അവനും അവളെ കണ്ണു തുറന്നു നോക്കി. ഇഷാനി, അവൾ പതിയെ പറഞ്ഞു.
ആ സമയം അവൻ്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവളുടെ ശബ്ദം ആ സമയം അവൻ ചെറുതായി കേട്ടു. അവൻ ബോധം പോയതും അവൾക്ക് പേടി തോന്നി. ഭഗവാനെ, ഒരു സഹായത്തിന് ആരെയും കാണാനില്ലല്ലോ. തോരാത്ത മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. അവൾ അവനെ കാറിൽ നിന്ന് താങ്ങി പുറത്ത് ഇറക്കി. തൻ്റെ ഷോൾ കൊണ്ട് ബ്ലഡ് ഒഴുകുന്ന ഭാഗം കെട്ടിവെച്ചു. കണ്ണ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ, അവൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു ഓട്ടോ അതുവഴി വന്നു. അവൾ അതിൽ കൈ കാണിച്ചു. ആ ഓട്ടോ അവളുടെ അടുത്ത് നിർത്തി. അതിലൊരു പ്രായമുള്ള മനുഷ്യനായിരുന്നു. എന്താ മോളെ, എവിടേക്കാ പോകണ്ടേ? അയാൾ ചോദിച്ചു. ചേട്ടാ, ഇത് എൻ്റെ ബോസാണ്. ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി ആരോ സാറിനെ ആക്രമിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒന്ന് സഹായിക്കണേ. അത് കേട്ട് അയാൾ ഞെട്ടി. അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി. ചേട്ടാ, സാറിന് നല്ല പരിക്കുണ്ട്, പ്ലീസ് ഒന്ന് സഹായിക്കണേ, മോൾ വാ എന്നും പറഞ്ഞ് ആ ചേട്ടൻ അയാളുടെ അടുത്തേക്ക് പോയി. കൂടെ ഞാനും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഓട്ടോ നിന്നു. അപ്പോഴേക്കും അറ്റൻഡർമാർ വന്നു അയാളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ചേട്ടാ ഇത്രയായി? അവൾ ചോദിച്ചു. വേണ്ട മോളെ, ഇതൊക്കെ ഒരു സഹായമല്ലേ, മോള് ചെല്ല്. മോളെ സാറ് പെട്ടെന്ന് സുഖമാവട്ടെ. അത് കേട്ട് അവൾ തല താഴ്ത്തി. പിന്നെ അയാളോട് പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോയി. ആരാണ് അയാൾ? എന്തിനാ അയാളെ അവർ വെടിവെച്ചത്? ആ സമയം ബോസ് എന്ന് പറയാനാ തോന്നിയത്. അതാ ആ ഓട്ടോക്കാരനോട് അവന് പറഞ്ഞത്. ഡോക്ടർ അവനെ നോക്കാൻ ഐസിയുവിൽ കയറി. അവനെ കണ്ടതും അയാളുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. ഡെവിൾ അയാളുടെ ചുണ്ട് മന്ത്രിച്ചു. അതിലൊരു നേഴ്സ് പുറത്തു വന്നു. അവൾ ആ നേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നു. നേഴ്സ്, സാറിന് എങ്ങനെയുണ്ട് ഇപ്പോൾ? 2 ഷോൾഡർ വെടി കൊണ്ടിട്ടുണ്ട്. നേഴ്സ് പുറത്തു വന്ന് പറഞ്ഞു. രക്തസ്രാവം വളരെ കൂടുതലാണ്. ഉടനെ രക്തം വേണം. രോഗിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണ്. സ്റ്റോക്കിൽ രക്തമില്ല. ഉടനെ ഡോണറെ കണ്ടെത്തണം. എൻ്റെ ബി നെഗറ്റീവ് ആണ്. ഓക്കെ, ദാറ്റ് നൈസ്. എങ്കിൽ താൻ ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡ് എടുത്ത് വരൂ. ഓക്കെ. അങ്ങനെ അവൾ രക്തം കൊടുത്തു അവന് വേണ്ടി. പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല അവൾ വെച്ചിരിക്കുന്നവൻ ഒരു ഡെവിളാണ് എന്ന്. ആ സമയം അവൾ അറിഞ്ഞില്ല ഇനി തൻ്റെ ജീവിതം പോവാൻ പോകുന്നത് അവൻ്റെ ഇഷ്ടത്തിനാണ് എന്ന്. ഇതെൻ്റെ ഒരു പുതിയ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി യൂട്യൂബിൽ വോയിസ് കൊടുക്കുന്നതിൻ്റെ പോരായ്മകളുണ്ടാവും, ക്ഷമിക്കുക. നിങ്ങളഭിപ്രായം കമൻ്റായിട്ട് പറയുക.